ഇവിടെ ശ്രീ പി അബ്ദുൽ ഹമീദ്, വെളുക്കുവോളം വെള്ളം കോരിയാലും ഒടുവിൽ വർഗീയവാദി എന്ന വിളിയാണ് ബാക്കിയെങ്കിൽ SDPI ഇങ്ങനെ ഏതെങ്കിലും ഒരു പക്ഷത്തെ പിന്തുണച്ച് നടക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ എല്ലായിടത്തും സ്വന്തമായി മത്സരിച്ച് ഇത്ര വോട്ടുണ്ട് എന്ന് പ്രൂവ് ചെയ്താൽ പോരെ? അതല്ലാതെ ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ മുന്നണികൾ വർഗീയവാദി, തൊട്ടുകൂടാത്തവർ, അസ്പർശ്യർ എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയി പിന്തുണ കൊടുക്കേണ്ട കാര്യമുണ്ടോ ഒരു ഡീലും ഇല്ലെങ്കിൽ? വർഗീയവാദി ഞങ്ങൾ ആരാണെന്ന് ഞങ്ങൾക്കറിയാമല്ലോ നന്നായിട്ട്. ഈ പറയുന്ന ആളുകളൊക്കെ തന്നെയും അവസരത്തിനനുസരിച്ച് അവസരമായി പ്രയോഗിക്കുന്ന ചില പ്രയോഗങ്ങളുണ്ട് ചിലരെക്കുറിച്ചൊക്കെ. അതാണല്ലോ അത്. ഒന്ന് രണ്ട് സംഗതികളൊന്ന് ക്ലിയറായിട്ട് പോകേണ്ടതുണ്ട്. വി ഹാവ് നോ യൂത്ത് മൂവ്മെൻറ്റ്സ്. ഇവരുടെ യൂത്ത് സംഘടന വളരെ ശക്തമായി പൊട്ടിത്തെറിക്കുന്നത് കേട്ടു എന്നൊക്കെ സുഹൃത്ത് റെജി ലൂക്കോസ് പറയുന്നത് കേട്ടു. ഞങ്ങൾ യൂത്ത് സംഘടന ഇല്ല. പിന്നെ വേറൊരു സംഗതി, ലീഗിന് പകരമുണ്ടായതാണ്, ലീഗ് പോരാഞ്ഞിട്ടുണ്ടായതാണ് SDPI എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ അത്ര ചെറുതാക്കരുത്. ഇവരുടെ ഷാഫി ചാലി അങ്ങനെ പറയുമ്പോൾ എനിക്ക് വലിയ പ്രയാസം തോന്നുന്നുണ്ട്. കാരണം അദ്ദേഹം കൃത്യമായ രാഷ്ട്രീയ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഉത്ബുദ്ധന ഒരാളാണ്. പക്ഷെ അവരുടെ പാർട്ടി സെക്രട്ടറി ഉണ്ട്, വിവരം കെട്ട ഒരാൾ. അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ് നമുക്ക് അറിയാം. അദ്ദേഹം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ അത്ഭുതമൊന്നുമില്ല. ഷാഫി പറയുന്നതിൽ അത്ഭുതമുണ്ട്. SDPI ലീഗ് പോരാഞ്ഞിട്ട് ലീഗിന് പകരമായി അല്ല, ഇന്ത്യ രാജ്യത്ത് ഒരു പകരം അവതരിപ്പിക്കാൻ തന്നെയാണ്. നിങ്ങൾ എത്ര ചെറുതാക്കിയാലും എന്ത് തന്നെ പറഞ്ഞാലും ഒരു ബദൽ സമർപ്പിക്കുന്നതിന് വേണ്ടി ഉണ്ടായ പാർട്ടിയാണ് SDPI. പിന്നെ ആവർത്തിച്ച് ചോദിക്കണ്ടല്ലോ. പിന്നെ അസംബന്ധം പറയുന്നത് കേട്ടു, അശ്ലീലം, വോട്ട് ചോദിക്കുന്ന ചിത്രം വന്നിട്ടുണ്ട് SDPIക്കാരോട്. എന്താണ് ഒരു സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുക്കുന്നത്? ഇന്നിന്ന ആളുകളുടെ വോട്ടിന് വേണ്ടി ഞാൻ സ്ഥാനാർത്ഥിത്വം മത്സരിക്കുന്നു എന്നാണോ? ഇവിടെ ഇലക്ഷൻ കമ്മീഷൻ ഇന്ത്യയിൽ പൗരത്വം ലഭിച്ചിട്ടുള്ള വോട്ടർ പട്ടികയിൽ പേരുള്ള ആളിനോട് വോട്ട് ചോദിക്കുന്ന ചിത്രം കണ്ടു എന്നൊക്കെ പറഞ്ഞാൽ മഹാ അസംബന്ധമല്ലേ ഈ പറയുന്നത്? ഇത്തരമൊക്കെ ഇതിൽ വന്ന് പറയാൻ പാടുണ്ടോ? അപ്പോൾ ഇവിടെ ചോദ്യം, എന്തുകൊണ്ട് SDPIയുടെ വോട്ട് വേണ്ട എന്ന് പറയുന്നില്ല? അതുപോലെ വേറെ ചില പാർട്ടികളുടെയും പറയുന്നുണ്ട്. എങ്ങനെയാണ് പറയാത്? അത് ജനാധിപത്യ വിരുദ്ധല്ലേ? അല്ല, അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞല്ലോ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ നേതാക്കൾ വാർത്താ സമ്മേളനം നടത്തി SDPI വോട്ട് ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ പറഞ്ഞു എന്നതുകൊണ്ട് അത് അനുവദനീയമായ ഒരു സംഗതിയാണെന്നാണോ ഇത് ഞാൻ ചോദിക്കുന്നത്? അവർക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പറയാമായിരുന്ന കാര്യം പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് പറയാൻ പറ്റിയില്ല എന്നുള്ളതിലൊരു കൗതുകമുണ്ടല്ലോ. എനിക്കറിയില്ല. നമ്മൾ അതിൻ്റെ ഒരു സാമാന്യവൽക്കരണം, തെറ്റെന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ആ തെറ്റുകൾ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കേണ്ടതില്ലേ എന്നാണോ അഭിലാഷിന്റെ ചോദ്യം? അത് തെറ്റാണ്, ഇത് ശരിയെന്നൊന്നും ഞാൻ പറയില്ല. രണ്ട് സന്ദർഭമായിട്ടാണ് നമ്മൾ കാണേണ്ടത് എന്നാണ് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ശ്രീ പി അബ്ദുൽ ഹമീദ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് SDPIയുടെ വോട്ടൊന്നും ഞങ്ങൾക്ക് വേണ്ട എന്ന് പരസ്യമായി പറയാനുള്ള ഒരു സാഹചര്യം UDFന് ഉണ്ടായിരുന്നു എന്ന് വേണം നമ്മൾ കരുതാൻ. പാലക്കാട് അതില്ലായിരുന്നു എന്നും. അല്ല, ബുദ്ധിയും വിവേകമൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. ചില കുട്ടികൾക്ക് മരുന്ന് കൊടുക്കുമ്പോൾ കുട്ടികൾ വിളിച്ചു പറയാറുണ്ടല്ലോ, മരുന്ന് വേണ്ട എന്ന് പറഞ്ഞാൽ ഈ മരുന്ന് നീ കുടിക്കേണ്ടല്ലോ, നിനക്ക് തരില്ല എന്ന് പറയും. രോഗമില്ലാത്ത കുട്ടിക്ക് കൊടുക്കുകയും ചെയ്യാറില്ലല്ലോ. അതുപോലെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ വിവരക്കേടായനെ. ഇപ്പം വിവരം ഉണ്ടായിട്ടുണ്ടാവും ചിലപ്പോൾ. അല്ല, പക്ഷേ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ പിന്തുണ UDFന് പ്രഖ്യാപിച്ചു. UDF ആ പിന്തുണ വേണ്ട എന്ന് തിരിച്ചും പ്രഖ്യാപിച്ചു, പരസ്യമായി പ്രഖ്യാപിച്ചു. എന്നിട്ട് SDPIക്കാരൊക്കെ ആർക്കാ വോട്ട് ചെയ്തത്? LDFനാണോ UDFനാണോ? എന്തൊരു കാര്യം! ഇവരുടെ പറച്ചലിന്റെ അടിസ്ഥാനത്തിലല്ല അന്നും ഞങ്ങൾ നിലപാടെടുത്ത്. ഞാൻ ഒരു മിനിറ്റ് എനിക്ക് അനുവദിക്കേ. അന്ന് ദേശീയ തലത്തിൽ ഉയർന്നു വന്ന ഈ ഫാസിസത്തിനെതിരെ ഉയർന്നു വന്ന ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. അത് ചരിത്രപരമായ ഒരു കൂട്ടായ്മയായിരുന്നു. ആ കൂട്ടായ്മ ഇന്ത്യ മുന്നണിയാണ് ഉദ്ദേശിക്കുന്നത്, മനസ്സിലാവും. അപ്പോൾ ആ കൂട്ടായ്മയിൽ അകത്തുണ്ടായാലും ഇല്ലെങ്കിലും ആ കൂട്ടായ്മയെ ശക്തിപ്പെടുത്തുന്നതിന് ഒപ്പം നിൽക്കണമെന്നായിരുന്നു ദേശീയ തലത്തിൽ തന്നെ ഞങ്ങളുടെ നേതൃത്വം തീരുമാനിച്ചത്. ആ കൂട്ടായ്മയുടെ പ്രതിനിധാനമായിരുന്നു കേരളത്തിൽ UDF. ആ UDFനെ പിന്തുണക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഇത് അവരുടെ ആവശ്യത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, ഡിമാൻഡിൻ്റെ അടിസ്ഥാനത്തിലുമല്ല, അത് നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ചെയ്തു. അവർ വേണോ എന്ന് പറയാത്തത് കൊണ്ട് തന്നെ വേണ്ട എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിഷയമായിരുന്നില്ല. ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉയർന്നു വരേണ്ട, നിങ്ങളൊക്കെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കേണ്ട പുതിയ ഒരു പ്രവണതയല്ലേ?
ഇല്ലാത്ത ഒരു നന്മയല്ലേ? ഈ നന്മയെ എന്തുകൊണ്ട് എടുത്തു കാണിക്കാൻ കഴിയുന്നില്ല? ശരി. എല്ലാ താല്പര്യങ്ങൾക്കും അതീതമായി നിലപാടിന് വേണ്ടി സാക്രിഫൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ടാവണ്ടേ? ശരി, ഓക്കെ.